ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാൻ എന്നിലേക്ക് സ്വാഗതം. അസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ശ്യാമ പിടിക്കുന്ന പടത്തിൻ്റെ 6 days to go പോസ്റ്റർ വന്നു. പിന്നെ സച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള തലവതി പടം റീ റിലീസിന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ കൺമൂടി തിരക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കോർട്ട് സ്റ്റേറ്റ് VS നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ വരാൻ പോവാണ് ഈ മാർച്ച് 7 അപ്പോൾ എൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. മാർച്ച് 14 പടം റിലീസാവുക. പിന്നെ ബാപ്പു എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മാർച്ച് 7 ആയിരിക്കും പടം പുറത്തിറങ്ങുക. പിന്നെ യമകാത്തകി എന്ന് പറഞ്ഞ പടത്തിലത്തെ സിലു സിരിപ്പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ വീഡിയോസും പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ സംഗീത് പ്രതാപ് നായകനായിരുന്ന മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ പോസ്റ്റർ വന്നു. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് ഒരു സംഭവം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പോസ്റ്റർ ഡിസൈനിന്റെ കണ്ടസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ എന്താ വെച്ചാൽ വായിച്ച് നോക്കിയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ പടത്തിന്റെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, ഒരു മീറ്റപ്പ് പോലത്തെ സംഭവം. അത് കോയമ്പത്തൂർ പ്രോസോൺ മാളിൽ വെച്ചിട്ടായിരിക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതിന് 5 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ടൈറ്റിൽ ട്രാക്ക് കിങ്സ്റ്റൺ ടൈറ്റിൽ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സോങ് എന്തായാലും 5 മണിക്ക് വരും എന്ന് പറഞ്ഞു. എന്തായാലും ടൈറ്റിൽ ട്രാക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് ഒരു പുതിയ സ്റ്റില്ല് കിട്ടിയിട്ടുണ്ട്. ബാബു ആന്റണിയും ഫഹദ് ഫാസിലും അൽതാഫ് സലീം ഒക്കെ നിന്നിട്ടുള്ളൊരു ഫോട്ടോ ആണ്. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റില്ല് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മൂക്കുത്തി അമ്മൻ എന്ന് പറഞ്ഞിട്ട് ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. ആർജ ബാലാജി ഡയറക്ഷൻ ചെയ്ത പടമാണ്. നയൻതാര ഇരുന്ന് നായിക എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ 2ാം ഭാഗം വരുന്നുണ്ട്. അത് സുന്ദർശിയാണ് എടുക്കണമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പടത്തിന്റെ പൂജ ഈ മാർച്ച് 6 നടക്കുന്നുള്ളതാണ് കേൾക്കുന്നത്. അതേമാതിരി ഷൂട്ട് മാർച്ച് 15 മുതൽ തുടങ്ങുന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. പിന്നെ സംക്രാന്തിക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെങ്കടേഷിന്റെ പടം ഈ സംക്രാന്തിക്ക് പുറത്തിറങ്ങിയിട്ട് നല്ല കളക്ഷൻ 300 കോടിയുടെ മുകളിലേക്ക് കളക്ഷൻ നേടിയ പടമാണ്. എന്തായാലും ഈ പടം ZEE5 ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം എന്ന് പറഞ്ഞ 5 ഭാഷകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ ശ്രീനാഥ് വാസി, ടിനി ടോം, കോട്ടയം നസീർ, സുധീഷ് ഇവരൊക്കെ മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്ന വൺസ് അപ്പോൺ എ ടൈം ദേർവാസിയ കള്ളൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മുർമുർ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ 2 പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓഡിയൻസ് റിയാക്ഷൻ ട്രെയിലർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ മറകഥ നാണയം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ 2ാം ഭാഗം മറകഥ നാണയം 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം അതിന്റെ സ്ക്രിപ്റ്റ് ലോക്കായിട്ട് സ്ക്രിപ്റ്റ് ഇവർക്ക് കൊടുത്തതിന്റെ ഈ ആക്ടേഴ്സിന് കൊടുത്തതിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ പൈങ്കിളി എന്ന് പറഞ്ഞ പടത്തിന്റെ തെറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ജെന്റിൽ വുമൺ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് 7 days to go പോസ്റ്റർ വന്നു. എന്ന് വെച്ചാൽ ഇൻ 7 days എന്നുള്ള രീതിയിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ തുംകോ മേരി കസം എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ഈ മാർച്ച് 4 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അനീഫ് അദ്ദീന് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് അജയ് വാസുദേവ് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പടം വരുന്നുണ്ട് എന്നുള്ള രീതി കേൾക്കുന്നുണ്ട്. റോയൽ സിനിമാസ് ആയിരിക്കും പടം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ പടം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ എന്തായാലും കണ്ടറിയാം ആരാണ് അതിൽ നായകൻ, എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ഏപ്രിൽ 25 മുന്നേ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ടീസർ 2 വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അറിയിച്ചായിരുന്നു. അത് വന്നിട്ടുണ്ട്. ഈ പടത്തിന് മുന്നേ പറഞ്ഞ മാതിരി എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല, ഇപ്പോഴും ഇല്ല. നിങ്ങൾക്ക് എന്തായാലും ഈ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. പിന്നെ ജയ്സൺ സഞ്ജയ് ധ്രുവ് വിക്രമിനെ വെച്ചിട്ട് ഒരു പടം എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിൽ A.R. റഹ്മാൻ മ്യൂസിക് എന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം സന്ദീപ് കിഷനെ വെച്ചിട്ടുള്ള പടമാണ്. അതിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പോൾ ഈ ശ്രീലങ്കയിൽ മാർച്ചിലായിട്ട് ഷൂട്ട് തുടങ്ങുന്നുള്ള രീതി കേൾക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞിട്ടുള്ള പടമായിരിക്കും ധ്രുവ് വിക്രമിനായിട്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ പട്ടാൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം പട്ടാന്റെ ഫസ്റ്റ് ഭാഗം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട പടമൊന്നുമല്ല. എന്തായാലും ഈ പട്ടാൻ 2 എന്ന് പറഞ്ഞ പടത്തിൽ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് സിദ്ധാർത്ഥ ആനന്ദ് ആയിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ലോക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. 2026 ഷൂട്ട് തുടങ്ങുന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ, ഗംഭീരാവട്ടെ. ഫസ്റ്റ് പാർട്ട് പോലെ ആവാതിരുന്നാൽ മതി. പിന്നെ ടൊവിനോ തോമസ് അടുത്ത ആഴ്ചയിൽ NTR നെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം എന്ന് വെച്ചാൽ NTRനെ വെച്ചിട്ട് പ്രശാന്ത് നീൽ എടുക്കുന്ന പടം ആ പടത്തിൽ ജോയിൻ ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ആളുടെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ പടത്തിന് പൂജ നടന്നിരുന്നു. ആ പടത്തിന്റെ ഷൂട്ടിംഗിൽ ജൂണിലോ അല്ലെങ്കിൽ ജൂലൈയിലായിട്ടായിരിക്കും ജോയിൻ ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യ പടത്തിലത്തെ കണ്ണാടി പൂവ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു. എന്തായാലും അതിന് ശേഷം അതിന്റെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. ഈ ശ്രീയാസാരെ ഈ പടത്തിലൊരു പാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ആ പാട്ടായിരിക്കും സെക്കൻഡ് സിംഗിൾ ആയിട്ട് വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ആ പാട്ട് ഈ മാസം പുറത്തിറങ്ങുന്നുള്ള കേൾക്കുന്നുണ്ട്. ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്ന ഒരു പാട്ട് ഇതിന്റെ സെക്കൻഡ് സിംഗിൾ ഈ മാസം വരുന്നുള്ളത്. അപ്പോൾ ശ്രീയാസാരനായിട്ടുള്ള പാട്ടാണെന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാസിന്റെ സന്ദീപ് റെഡ്ഡി വാങ്ക എടുക്കുന്ന പടം ആ പടത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട് പ്രഭാസ് 110 to 120 ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. അത് ഒറ്റടിക്ക് എന്ന് വെച്ചാൽ ഗ്യാപ്പ് ഇട്ടിട്ട് വേറെ പടത്തിലേക്ക് അങ്ങനത്തെ പരിപാടി ഇല്ല. ഈ പടത്തിന്റെ ഷൂട്ടിങ്ങിന് നിൽക്കാനുള്ള ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. അതേമാതിരി 1 വർഷത്തിന്റെ ഉള്ളിൽ ഇതിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാനാണ് സന്ദീപ് റെഡ്ഡി വാങ്ക പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. പിന്നെ പ്രഭാസിനോട് രാജ്കുമാർ പെരിയസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഡയറക്ടർ എന്ന് പറയുന്നത് അമരൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഡയറക്ഷൻ ചെയ്ത ആളാണ്. എന്തായാലും അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ നിർത്തിയാണ്. പിന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടം ഈ മാർച്ച് 7 OTT റിലീസ് ആവുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഇതുവരെ ഒന്നും വന്നിട്ടൊന്നുമില്ല. മാർച്ച് 7 ഉണ്ടെങ്കിൽ പടത്തിന് എന്തായാലും അതിന്റെ അപ്ഡേഷൻ വരും. പിന്നെ അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പടത്തിന്റെ സിംഗപ്പൂരിലത്തെയും ഓസ്ട്രേലിയയിലത്തെയും ന്യൂസിലാൻഡിലത്തെയും റൈറ്റ്സ് എടുത്തിരിക്കുന്ന ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു, ഗംഭീര സാധനമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള താഴെ കമന്റ് ചെയ്യാൻ. എന്തായാലും ഇതൊരു റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് നേടുന്ന ടീച്ചറായി മാറിയിട്ടുണ്ട് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പടത്തിന്റെ ടീച്ചർ. 24 മണിക്കൂറിനുള്ളിൽ 32 ബില്യൺ പ്ലസ് വ്യൂസ് ആണ് ഇതിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ മുന്നേ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പടമായിരുന്നു 19.35 ബില്യൺ ആയിട്ട്. എന്തായാലും അതിനായിട്ടും അത്യാവശ്യം മുകളിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ മാസ്റ്ററിനാണ് ഇപ്പോഴും ലൈക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ 1.8 മില്യണിലും കൂടുതൽ
കൂടുതൽ ലൈക്കാണ് മാസ്റ്ററിന്റെ ടീച്ചറിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ റെക്കോർഡ് ഇപ്പോഴും മാസ്റ്ററിന്റെ പേരിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ വിജയുടെ പേരിലാണ്. വ്യൂസിന്റെ കാര്യത്തിൽ അജിത് കുമാർ ആയിട്ടുണ്ട് മുകളിൽ. പിന്നെ കാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖർ സൽമാന്റെ പടത്തിന്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഇപ്പോൾ അടുത്താണ് പുറത്തിറങ്ങി. എന്തായാലും ആ പടത്തിന്റെ റിലീസ് മെയിലാന്നുള്ളതാണ് കേട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് ജൂണിലോ അല്ലെങ്കിൽ ജൂലൈയിലേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ കൂടുതലും ജൂലൈയിലായിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരുമ്പോൾ അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ദുൽഖർ സൽമാന്റെ 40ാമത്തെ പടം നാസിദായിട്ട് എടുക്കുന്ന പടത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ. പേരെന്തായാലും ഐ ആം ഗെയിം എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ദുൽഖർ സൽമാൻ നാസിദായിട്ട് പേരുണ്ടാക്കാൻ അറിയുന്നതാണ്. ജിംഷി ഖാൽദാൻ DOP ചെയ്യുന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതേമാതിരി ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് ചെയ്യുന്നതെല്ലാം അറിയിച്ചിട്ടുണ്ട്. അൻപറിവായിരിക്കും ആക്ഷൻ കൊറിയോഗ്രാഫി എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഇതിൽ കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ പടത്തിൽ ആന്റണി റീസ്പെപ്പ ഉണ്ടാവും, മിസ്കി ഉണ്ടാവും, കദീർ ഉണ്ടാവും, പ്രിയങ്ക മോഹൻ ഉണ്ടാവും, വിനയ് ഫോർട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ ഷൂട്ടിംഗ് ഈ മാർച്ച് പകുതിയോടെ കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് ഷൂട്ട് തുടങ്ങുക കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ, ഗംഭീരമാവട്ടെ. ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. പോസ്റ്റർ എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. നല്ലൊരു കയ്യുമേ മുറിയായിട്ട് എന്തോ വെച്ചിട്ട് കിട്ടിയ മാതിരി ഉണ്ട്. അതേമാതിരി മറ്റേ കയ്യിൽ ഈ കാർഡ് എന്ന് വെച്ചാൽ ചീട്ടിന്റെ വയനത്തെ കാർഡ് കയ്യിലുണ്ട്. മാജിക്കിന്റെ രീതിയിൽ സൂചിപ്പിച്ചില്ലാണെന്നൊന്നും അറിയില്ല. അതേമാതിരി ചീട്ടിന്റെ കാർഡ്സിൽ കാണുന്ന ചിഹ്നങ്ങൾ ഹാർട്ട്, അതേമാതിരി എയ്സ് അങ്ങനത്തെ വെച്ചിട്ടുള്ള രീതിയിൽ ഒരു മോതിരം ഇട്ടിട്ടുണ്ട് കൈമേ. അതേമാതിരി റോളക്സിന്റെ വാച്ചാണ് ആളുടെ കൈമ എടുക്കുന്നത്. അതിൽ കുറച്ച് ആൾക്കാർ ഡീകോഡ് ചെയ്താണ് മിനിറ്റിന്റെ സൂചി ഇല്ല എന്നുള്ള രീതിയിൽ. നോക്കി നോക്കുമ്പോൾ ശരിക്കും മിനിറ്റിന്റെ സൂചി ഒന്നും കാണാനില്ല. എന്തായാലും 5 മണിക്കായിരുന്നു ഇതിന്റെ റിവീലിംഗ്. ആ 5 മണി എന്നുള്ള ടൈമാണ് എന്തായാലും ഈ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. അതേമാതിരി മുറിയായിട്ടുള്ള കൈ, ആ കെട്ടി വെച്ചിട്ടുള്ള കയ്യിൽ ഒരു ക്രിക്കറ്റ് ബോളും കാണിക്കുന്നുണ്ട്. എന്തൊക്കെ എന്നുള്ള അറിയില്ല. എന്തായാലും പടം വരട്ടെ, ബാക്കിയുള്ള അപ്ഡേഷനൊക്കെ വരട്ടെ, അപ്പം അറിയാം എന്താണെന്നുള്ളത്. ഈ പേരിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല. പറയുമ്പോൾ ഒരു ഭയങ്കര ഇതായിട്ട് തോന്നുന്ന രീതിയിലുള്ള പേരൊന്നുമല്ല കൊടുത്തിട്ടുള്ളത്. ഒരു സിമ്പിൾ പേരുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ പോസ്റ്ററിൽ ദുൽഖറിന്റെ മുഖമൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും ആളിനെ കാണിച്ചിട്ടുള്ള ഒരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള രീതിയിലാണ്. എന്തായാലും മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പടം പുറത്തിറങ്ങുക. പിന്നെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാന്റെ വേഫാർ ഫിലിംസ്. എന്തായാലും ഇപ്പോൾ ട്രെൻഡിങ്ങിലൊക്കെയാണ്, എക്സിലൊക്കെ ട്രെൻഡിങ് 1-ലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ബില്ലങ്ങളിലേക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.